ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസത്തിൽ നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 2 രാജാക്കന്മാർ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാം വാക്യം. അഹസ്യാവ് ശമര്യയിലെ തൻ്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചെന്ന് ചോദിപ്പിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ പരമാധികാരത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് നമുക്ക് ഇന്നത്തെ വായനാ ഭാഗത്ത് കാണുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരവും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയും ഇവിടുത്തെ മുഖ്യ പ്രമേയമാണ്. അതുപോലെ അഹസ്യാവിൻ്റെ വീഴ്ചയും എലിയ പ്രവാചകൻ്റെ ദൈവഭക്തിയോടെയുള്ള ജീവിതവും എലിശാ പ്രവാചകൻ്റെ ശുശ്രൂഷയുടെ തുടക്കവും നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തെ മറക്കുന്നവർ നാശത്തിലേക്ക് പോകുന്നു. അഹസ്യാവ് എന്ന രാജാവിനെ നാം ഇവിടെ കാണുന്നു. അഹസ്യാവ് ശമര്യയിൽ തൻ്റെ മാളികയുടെ കിള്ളിവാതിലിൽ കൂടി വീണ് ദീനം പിടിച്ച് കിടപ്പിലായതായി നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചു കേട്ടുവല്ലോ. അദ്ദേഹം ഉടനെ തൻ്റെ ദൂതന്മാരെ എക്രോനിലേക്ക് അയക്കുന്നു. രാജാവിൻ്റെ ആവശ്യം ഇതായിരുന്നു, തൻ്റെ ദീനം മാറി തനിക്ക് സൗഖ്യം വരുമോ എന്ന എക്രോനിലെ ദേവനായ ബാൽസെബൂബിനോട് ചെന്ന് ചോദിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഉടനെ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഏലിയ പ്രവാചകനിലൂടെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകൻ അവിടെ പറയുന്നത്, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ദേവന്മാരുടെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാനായിട്ട് പോകുന്നത് എന്ന്. മാത്രമല്ല, അവിടെ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ജീവനുള്ള ഏക സത്യദൈവമായ ഒരു ദൈവമുണ്ടായിട്ടാണോ നാം അന്യദൈവങ്ങളെ തേടുന്നത്, അഥവാ പ്രശ്ന പരിഹാരത്തിനായി കുറുക്കുവഴികൾ അന്വേഷിക്കുന്നത്? നാം നമ്മുടെ പ്രതിസന്ധികളിൽ ലൗകികമായ വഴികളിലല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തെ ആദ്യം അന്വേഷിക്കുക. ദൈവത്തെ അവഗണിച്ചുള്ള യാതൊരു ജീവിതവും ആരുടെ ജീവിതമായാലും അത് താൽക്കാലികം മാത്രമാണ് എന്ന് ഇന്നത്തെ വായനാഭാഗം നമ്മോട് പറയുന്നു. രണ്ടാമതായിട്ട്, ആത്മീയ പാരമ്പര്യം തുടർ പ്രക്രിയയാണ്. 2-ാം അധ്യായത്തിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും എലീശാ പ്രവാചകന് അവൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ എലീശായുടെ നിശ്ചയദാർഢ്യം വളരെ ശ്രദ്ധേയമാണ്. എലീശാ തൻ്റെ ഗുരുവായ പ്രവാചകനെ അനുഗമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 2 ഇരട്ടി ഓഹരി ചോദിക്കുകയും അത് ലഭിക്കുകയും ചെയ്യുന്നു. അവസാനം വരെ ക്ഷമയോടെ നിന്നതിനാൽ എലീശാ പ്രവാചകന് താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. ആത്മീയമായ ഉയർച്ചയ്ക്കും ആത്മീയമായ അഭിഷേകത്തിനും വേണ്ടി നാം ആഗ്രഹിച്ചെങ്കിലേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ നമ്മുടെ ദൈവവിളിയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കുക. കാരണം ദൈവം വൻ കാര്യങ്ങൾ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മറക്കുന്നവരായിട്ടല്ല, പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ പരമാധികാരത്തിൽ വിശ്വസിക്കുവാനും കീഴ്പ്പെടുവാനും ഞങ്ങളെ ഇടയാക്കണമേ. എലീശാ പ്രവാചകനെ പോലെ ആത്മീയമായ ഉയർച്ചയ്ക്കും ആത്മീയ അഭിഷേകത്തിനായും അനുദിനവും ആഗ്രഹത്തോടെ പ്രത്യാശയോടെ നോക്കിപ്പാർക്കുവാൻ ഞങ്ങളെ ഏവരെയും തുണയ്ക്കണമേ. ആമേൻ.